മക്കയിലെ മസ്ജിദുൽ ഹറമിൽ ഇന്നത്തെ ജുമാ നമസ്കാരത്തിൽ 3.25 ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകർ പങ്കെടുത്തു. താമസ സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ ഹറമിലേക്കും തിരിച്ചുമെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ശക്തമായ ചൂടിൽ മലയാളി സന്നദ്ധ സേവകരും ഹാജിമാർക്ക് സഹായവുമായി എത്തി. 42 ഡിഗ്രി ചൂടാണ് ഇന്ന് മക്കയിൽ രേഖപ്പെടുത്തിയത്. കത്തുന്ന ചൂടിനെയും അവഗണിച്ച് 3.25 ലക്ഷത്തോളം ഇന്ത്യൻ തീർത്ഥാടകരാണ് ജുമായിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനായി മസ്ജിദുൽ ഹറമിൽ എത്തിച്ചേർന്നത്. അസീസിയയിലേക്ക് പുറപ്പെടുന്ന 9, 10, 11, 12, 13 ബസ്സുകൾ അസീസിയ ഇന്ത്യ ആകെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഹാജിമാരെ ഹറമിലേക്കും തിരിച്ചുമെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത തിരക്കാണ് അവിടെ കണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാ ഒരു സ്ഥലം ഇരിക്കാൻ പോകുമ്പോൾ അവിടെയൊക്കെ ഫുൾ റഷാണ്. അവസാനം നമ്മൾ കുറേ കറങ്ങി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത നമ്മൾ ഹറമിൻ്റെ ഉൾഭാഗത്തൊരു സ്ഥലത്തിരുന്ന് നമസ്കരിച്ചു. മാഷാ അല്ലാഹ് നല്ല രീതിയിൽ സംസാരിച്ചു. മറ്റേ തവാഫ് ചെയ്തു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ പോയിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു. രാവിലെ 10 മണിയോടെ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ഹറമിലെത്തി. ഭൂരിഭാഗം ഹാജിമാരും കുദായ് ബസ് സ്റ്റേഷൻ വഴിയും ശേഷിക്കുന്നവർ മസ്കൂത്ത വഴിയുമാണ് ജുമയ്ക്കെത്തിയത്. ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും വിവിധ മലയാളി സന്നദ്ധ സേവന പ്രവർത്തകരും ഹാജിമാർക്ക് തുണയായി വഴിനീളെ സഹായത്തിനെത്തി. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ എല്ലാവരും ലൈഫിൽ ഇത്രയും കാലം ആഗ്രഹിച്ച ഒരു ജുമ എന്ന് വെച്ചാൽ നമ്മൾ കഅബ ഷെരീഫ് ഒരു സ്ഥലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കഅബ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ജുമ പങ്കെടുത്തു. അതും ഇത്രയും വലിയൊരു ക്രൗഡ്, ലോകത്ത് ഇത്രയും വലിയ ക്രൗഡിൽ എവിടെയും ജുമ ഉണ്ടാവില്ല. ആ ക്രൗഡിൽ നമ്മൾ ജുമ പങ്കെടുത്തു. കഠിനമായ ചൂടിൽ പല ഹാജിമാർക്കും ശാരീരിക പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനായി പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെ ഹറമിന് ചുറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. 10,000-ലേറെ മലയാളി തീർത്ഥാടകരും ജുമായിലും പ്രാർത്ഥനയിലും പങ്കാളികളാകാൻ ഇന്ന് ഹറമിലെത്തി. മീഡിയ 1 മക്ക.